സാക്ഷി ദ സോൾ വിറ്റ്നസ് ക്രൈം സ്റ്റോറി നമ്പർ 7. നാലാണ്ടിനിപ്പുറത്തെ സാക്ഷി വിസ്താരം. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ SFI പ്രവർത്തകനായ ധീരജിനെ കൊലപ്പെടുത്തിയ കേസിൽ സാക്ഷി വിസ്താരം അടുത്ത മാസം തുടങ്ങും. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷത്തിനിടെയായിരുന്നു ധീരജിനെ യൂത്ത് കോൺഗ്രസ് നേതാവായ നിഖിൽ പൈലി കുത്തിക്കൊലപ്പെടുത്തിയത്. സംഭവം നടന്ന് 4 വർഷം പിന്നിടുന്ന വേളയിലാണ് സാക്ഷി വിസ്താരം ആരംഭിക്കുന്നത്. ഒരുപാട് സ്വപ്നങ്ങളുമായി ഇടുക്കിയുടെ മലമടക്കിലേക്ക് വണ്ടി കയറിയ കണ്ണൂർക്കാരൻ, അതായിരുന്നു സഖാവ് ധീരജ്. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ സജീവ സാന്നിധ്യമായിരുന്ന ധീരജ് SFI യൂണിറ്റ് കമ്മിറ്റി അംഗം കൂടിയായിരുന്നു. കലാലയ തെരഞ്ഞെടുപ്പ് നടന്ന 2022 ജനുവരി 10 SFI KSU സംഘർഷമുണ്ടായി. ഇതിനിടയിലായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ നിഖിൽ പൈലി ധീരജിനെ കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയത്. KSU പാനലിൽ ആർട്സ് ക്ലബ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച ലിൻഡോ മാത്യു പ്രതി നിഖിൽ പൈലിയുടെ ബന്ധുവായിരുന്നു. ഇങ്ങനെയാണ് നിഖിൽ കോളേജ് ക്യാമ്പസിൽ എത്തുന്നത്. തെരഞ്ഞെടുപ്പ് അവസാനിക്കാനിരിക്കെ KSU പ്രവർത്തകർക്കൊപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോളേജ് ഗേറ്റിന് മുന്നിൽ സംഘടിച്ചു. ഇത് ചോദ്യം ചെയ്തതിലുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. നെഞ്ചിൽ കുത്തേറ്റ ധീരജിനെ CPIM ജില്ലാ കമ്മിറ്റി അംഗം KG സത്യന്റെ കാറിലാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. നെഞ്ചിൽ ആഴത്തിലുണ്ടായ മുറിവാണ് മരണകാരണം. ധീരജ് കൂടാതെ മറ്റ് 2 SFI പ്രവർത്തകർക്ക് കൂടി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിന് തൊട്ടു പിന്നാലെ പ്രതികളായ മുഴുവൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. കേസിലെ 1-ാം പ്രതിയായ നിഖിൽ പൈലി കൊലപാതകത്തിന് ശേഷം കോളേജ് പരിസരത്തിൽ നിന്നും ജില്ലാ പഞ്ചായത്തിന് മുന്നിലൂടെ കളക്ടറേറ്റ് പരിസരത്തെത്തി. ഈ സമയം കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി കയ്യിലുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് നടത്തിയ തെളിവെടുപ്പിലും പരിശോധനയിലും ഈ കത്തി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കേസിലെ പ്രധാന തെളിവ് കുത്താൻ ഉപയോഗിച്ച കത്തിയാണ്. അത് ഇതുവരെയും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുമില്ല. ഇത് കേസിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയുമുണ്ട്. എന്നാൽ വാദപ്രതിവാദങ്ങളിലൂടെ ഇത് മറികടക്കാനാകുമെന്നാണ് പ്രോസിക്യൂഷന്റെ വിലയിരുത്തൽ. അടുത്ത മാസം 19-ാം തീയതി മുതലാണ് കേസിൽ സാക്ഷി വിസ്താരം ആരംഭിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.